വല്ലതും നടക്കുവോ? നടക്കുന്നൊക്കെയാണ് പറയണേ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്കതല്ല മനസ്സിലാവാത്ത, ഈ ഓർഡർ ക്യാൻസൽ ചെയ്ത ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കണ്ടേ? അങ്ങനെയല്ല, ഓർഡർ ചെയ്ത ഫുഡ് അയാൾ ക്യാൻസൽ ചെയ്താൽ പൈസ തിരിച്ചു കൊടുക്കണ്ട. അപ്പം ആ ഫുഡ് ഡെലിവറി ബോയ്ക്ക് എടുക്കാം. അങ്ങനെ ആരെങ്കിലും ചെയ്യോ? ഓർഡർ ചെയ്തിട്ട് പിന്നെ ഫുഡും ഇല്ല ക്യാഷും ഇല്ല, പിന്നെ എന്തിനാ ക്യാൻസൽ ചെയ്യണേ? അതിനൊക്കെ ചില നമ്പറുണ്ട് എൻ്റെ സോണിയ. ഇവനൊക്കെ അതിൻ്റെ ആശാമാണ്. നീ അവനൊന്ന് വിളിച്ചേ, എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല. ഫുഡ് കിട്ടിയിട്ട് 15 മിനിറ്റ് ആയി. ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് വരുന്നു. $15 ബട്ടർ നാൻ, 2 ഫുൾ ചിക്കൻ, 2 മുഗളായി, അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം, 2 ഫലൂഡയും, പിന്നെയുണ്ട് കുറെ. സംഭവം വർക്കൗട്ടായ ഇന്നത്തെ പാർട്ടി പൊളിക്കൂട്ടാ. എന്താ വർക്കൗട്ട് ആവാണ്ടിരിക്കാൻ? നീ ആളുടെ പേരെന്താന്ന് പറഞ്ഞേ? എന്തോ ഒരു നമ്പൂരിപ്പാട്. അതെ, അപ്പം നമ്മുടെ മറ്റേ നമ്പർ ഇറക്കി വെക്കാം അല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞത്. അത് മതി, അത് മതി, അത് മതിയല്ലേ? നീ ഒരു മുസ്ലിം പേര് പറഞ്ഞേ. ഞാൻ പറയാം, വൈക്കം മുഹമ്മദ് ബഷീർ. അതിനെന്ത് പ്രശ്നം? ബെസ്റ്റ്. ഒരു ഇമ്പാക്റ്റ് വരട്ടെ. ഞാൻ പറയാം, മുഹമ്മദ്, ഇമ്രാൻ, ഷിഹാബുദ്ദീൻ, സുന്നി. പൊളിച്ച്. ഒന്നുകൂടെ പറഞ്ഞേ. മുഹമ്മദ്, ഇമ്രാൻ, ഷിഹാബുദ്ദീൻ, സുന്നി. അത്തള പിത്തള തവളാച്ചി ചുക്ക് വരയ്ക്കണ ചൂളാപ്പ മറിയമ്മന്ന് വിളക്കൂരി ഫൂ ഫൂ ഫൂ. ഹലോ, ഇത് വിചിത്ര നമ്പൂരിപ്പാടല്ലേ? വിചിത്രൻ നമ്പൂതിരിപ്പാടല്ലട മോനെ, ചിത്രൻ നമ്പൂതിരിപ്പാട്. അതോ ലോകത്തന്നെ ചിക്കൻ നമ്പൂതിരിപ്പാടെന്നും വിളിക്കും. നീ ഫോൺ വിളിച്ച് കളിക്കാണ്ട് സാധനം കൊണ്ടുപോടാ. ആ, ഇത് സ്ഥലം നമ്മുടെ വിയൂര് കൗണ്ടിയിലല്ലേ? ചാക്കോള കൗണ്ടിയിൽ. ആ, അവിടെ എത്തുമ്പോൾ ഞാൻ ഒന്നുകൂടെ വിളിക്കാം. എൻ്റെ പേരൊന്ന് സേവ് ചെയ്ത് വെച്ചോളി. മുഹമ്മദ്, ഇമ്രാൻ, ഷിഹാബുദ്ദീൻ, സുന്നി. അത് മതി, അത് ഞാൻ സേവ് ചെയ്തോളാം. അല്ല സാറേ, സാറിൻ്റെ പേര് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഞാൻ ഭയങ്കര ഒരു ഓർത്തഡോക്സ് മുസ്ലിമാണേ. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അത് നിന്റെ പ്രശ്നമല്ലടാ മോനെ. 10 മിനിറ്റ് ഞാൻ കാക്കും. അതിനകത്ത് നീ വന്നില്ലെങ്ങ പിന്നെ നീ ഇല്ല. ഇത് ശരിയാവില്ലടാ. ആള് വൈലന്റ് ആയി തുടങ്ങി. ഇത് വല്ല ബീഹാറിലെ നടക്കുള്ളോ? ഞാൻ പോട്ടെ, അല്ലെങ്കിൽ എൻ്റെ പണി പോവും. എടാ താടാ, വിട്ടേടാ. സോണി, നീ ആ വിചിത്രൻ്റെ നമ്പർ ഒന്ന് മേടിച്ചേ. എന്തെങ്കിലും ഒരു പണി കൊടുക്കാം. ഇന്നിപ്പോൾ അങ്ങനെ പോട്ടെ. ഡബിൾ 893001858. എന്തായി കടികളെ? ഫുഡ് വരാറായ? ഞാൻ കാലത്ത് തൊട്ട് പട്ടിണിയ. വല്ലതും നടക്കൂ? ഈ നമ്പർ വർക്കൗട്ടായ നിനക്കൊന്ന് ഫുഡ് കിട്ടും, അല്ലെങ്കിൽ നീ ഇന്ന് പട്ടിണിയാ. ഹലോ, ആ സാറേ, വിചിത്ര നമ്പൂരി സാറല്ലേ? അതെ, ഞാനിപ്പോൾ വിളിച്ചതേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു മുട്ടനാടിൻ്റെ താടി വെച്ചിട്ടൊരു ചുള്ളം വരും ഫുഡും കൊണ്ട്. അവൻ തന്നെ. അവനും സാറിൻ്റെ മോളും തമ്മിൽ ചെറിയൊരു ചുറ്റിക്കളിയുണ്ട്. ഹലോ, പോയാ?
അല്ല അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഫുഡും കൊണ്ടുള്ള അവൻ്റെ ഒരു വരവൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവൻ കൊണ്ടുപോയിട്ടുള്ള വീട്ടിലെ പെൺകുട്ടികളൊക്കെ ചെറുതായിട്ടൊന്ന് ഓടിപ്പോയിട്ടുണ്ട്. ഹലോ 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 ഏറ്റു മോനെ ഏറ്റു. നീ പോയിട്ട് പ്ലേറ്റ് ഒക്കെ റെഡി ആക്കിയേ. അതെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ചെയ്യട്ടാ, നീക്കൊക്കെ ആക്രാന്താണ്. ചോദിച്ചാൽ മതി. ഈ മുകളായി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ കുറച്ച് മുളക് അങ്ങോട്ട് എടുക്കുക. മുളകായി അല്ല മുകളായി. അറിയില്ലെങ്കിൽ തള്ളലാട്ടാ. ടടൻ ടൻ ടൻ ടടൻ ടൻ. ഏയ് ഇത് നമ്മുടെ ജോസേട്ടൻ്റെ വണ്ടിയല്ലേ? ജോസേട്ടൻ തന്നെയാ. പിള്ളേരെ ഞാൻ സാധനം കൊണ്ടുവന്നിട്ടാ ഞാൻ ഒന്ന് വെച്ച് വരുമ്പോഴേക്ക് ഇറക്കണം. പൈസ ഇട്ടില്ല. എന്താ പറ്റിയേ? JCB കയറിയതാന്നുണ്ട്. ബെല്ലടിച്ച് വാതില് തുറന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. ആന പനമ്പട്ട ചവിട്ടി വലിക്കില്ലേ, അതുമാതിരി ആളെന്നെ താങ്ങിയത്. എന്ത് സാനാടാള്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നീ വണ്ടി എടുക്കണ സോണിയ. വേണ്ട, അയാളുടെ മോളെ കാണാനാ ഫുഡും കൊണ്ടുപോണേന്ന് ഏതോ ഒരു തെണ്ടി വിളിച്ചു പറഞ്ഞു. എന്ന് കരുതി ഇങ്ങനെ ഒരാളെ തല്ല? അയാള് തല്ലിയത് ഫുഡ് ലേറ്റ് ആയാനാ. അയാൾക്ക് പെൺമക്കളൊന്നില്ലടാ. പിശാച് കല്യാണം പോലും കഴിച്ചിട്ടില്ല ഞാൻ തോന്നുന്നുണ്ട്. പക്ഷേ ആള് നല്ലവനാ. വിളിച്ചു പറഞ്ഞ അവന്റെ നമ്പർ തന്നുണ്ട്. അവനെ പിടിക്കണം. അതാ ആദ്യത്തെ പണി. ഈ ചിരിക്കല്ല, അവന് മനസ്സിലാവും. ഡാ നീ ആ ഫോൺ നമ്പർ ഉണ്ട് കാട്ടിയേ, ഞാൻ തീർത്തോളാം അവന്റെ കണക്ക്. കൊല്ലണോടാ കൊല്ലണം. പിടയ്ക്കുന്നവനെ എടുക്ക്. അവനെ കൊല്ലണം, അവനെ കൊല്ലണം. ഇതല്ലേ നമ്പർ? ഡിലീറ്റ് ചെയ്തല്ലേ? പിടിച്ച നീ വാടാ. പ്രിൻസേ, ഇതേപോലത്തെ കുറച്ച് കൂട്ടുകാരുണ്ടായതാടാ നമ്മുടെ ഭാഗ്യം. ശരിയാടാ, എനിക്കിതിപ്പോഴാണ് മനസ്സിലായത്.